അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ വാവ വന്നു. കുറച്ച് പേര് ചോദിച്ചിരുന്നു അമ്മ ഏത് ഹോസ്പിറ്റലാണ് കാണിക്കണേന്ന്. കറുകുറ്റി അപ്പോളോ ഹോസ്പിറ്റലിലാട്ടോ കാണിച്ചത്. ഡോക്ടർ എലിസബത്ത് ആയിരുന്നു അമ്മുവിന്റെ ഡോക്ടർ. ഡിസംബർ 27-നാട്ടോ നമുക്ക് അഡ്മിഷൻ പറഞ്ഞിരുന്നത്. 28-നായിരുന്നു ഡേറ്റ്. ആഫ്റ്റർ അഡ്മിഷൻ ഡോക്ടർ നല്ലോണം വർക്ക്ഔട്ട് ചെയ്യാനും നടക്കാനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. LDRP റൂം ആട്ടോ നമ്മൾ ഓപ്റ്റ് ചെയ്തിരുന്നത് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. ആ റൂമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ അഡ്മിറ്റ് ആവുന്ന സെയിം റൂമിൽ തന്നെ അവളുടെ ഡെലിവറി നടക്കാം. നോർമൽ ഡെലിവറി മാത്രമാണെങ്കിലാട്ടോ ഇവിടെ ഉണ്ടാവുള്ളൂ. എങ്ങാനും വല്ല എമർജൻസി സി സെക്ഷൻ വേണ്ടി വന്ന അവരിവിടുന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ അവളുടെ കംഫർട്ടിനേക്കാളും ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാ ഈ ഒരു റൂം നമ്മൾ സെലക്ട് ചെയ്തേട്ടോ. ഈ ഒരു ഹോസ്പിറ്റലിലെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വാവ് വന്നു കഴിഞ്ഞാൽ പാട്ടിടും അവര്. അപ്പൊ നമ്മളുടെ മനസ്സിൽ വരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, നമ്മുടെ വാവ് വന്നു എന്നുള്ള ഒരു ഫീലാണ് നിങ്ങൾ കാണണേ. പിന്നെ സിസ്റ്റർ വന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഡിബിനെ ഓടി വന്ന് ഡെലിവറി റൂമിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങളോട് ഷെയർ ചെയ്യാട്ടോ. മമ്മിയും ഡിബിനും മേബിളും ആയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഉണ്ടായിരുന്ന അവളുടെ കൂടെ. നമ്മുടെ വാവ് വരുന്നു അപ്പൊ ഉണ്ടായിരുന്ന ഫീൽ എന്റെ പൊന്നെ, എനിക്ക് എങ്ങനെയാ അത് പറയണ്ടേന്ന് ഇപ്പോഴും അറിഞ്ഞൂടാ. ആ ഒരു ഫീല് വാവൻ ഇപ്പൊ കാണിച്ചു തരാത്തത് അമ്മും ഡിബിനും കംഫർട്ടബിൾ ആയിട്ട് അവനെ കാണിക്കുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ കാണിക്കാട്ടോ അവനെ. കുറച്ചും കൂടി ഒന്ന് ആയിക്കോട്ടെ. ഡെലിവറി നടക്കണേന്റെ ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മളെല്ലാ കസിൻസും നമ്മളെല്ലാവരും അവളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവളുടെ പെയിൻ ഒരിക്കലും ഷെയർ ചെയ്തെടുക്കാനൊന്നും പറ്റില്ല, പക്ഷെ അവളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു സമാധാനം ഇല്ലേ, അതൊരു ആശ്വാസമാണ്. പിന്നെ ഡോക്ടർ എലിസബത്ത്, ആ ഡോക്ടറോട് സംസാരിച്ചു കഴിയുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് ആവും നമ്മൾ.